Unit 1 Hours and Years Half a Day. കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 Hours and Years ഒന്നാമത്തെ യൂണിറ്റിലെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു 4 വരികൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. T.S. ഇലിയറ്റിൻ്റെ കവിതയായ ബേൺഡ് നോർട്ടൺ എന്ന പോയത്തിലെ 4 വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടൈം പ്രസന്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർഹാപ്സ് പ്രസന്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. എന്താണ് ഈ വരികൾ നമ്മോട് പറയുന്നത്? ദ പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ഓൾ കണക്റ്റഡ്, ആർ ബോത്ത് പെർഹാപ്സ് പ്രസന്റ് ഇൻ ടൈം ഫ്യൂച്ചർ and time future contained in time past. What is happening now may affect the future and time future contained in time past. എന്താണ് അതിൻ്റെ അർത്ഥം? The future may already be shaped by what happened in the past. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. സൈക്ലിക്കൽ ആൻഡ് ഇന്റർ കണക്റ്റഡ് നേച്ചർ ഓഫ് ടൈം, അതിനെക്കുറിച്ചാണ് ഈ വരികൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. അടുത്ത ഒരു വരികൾ നോക്കൂ. ഖലീൽ ജിബ്രാന്റെ വരികളാണ്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. ഖലീൽ ജിബ്രാൻ. ഹൗ ഡസ് ഖലീൽ ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസന്റ്? എങ്ങനെയാണ് യെസ്റ്റർഡേനെ പ്രസന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ടുഡേയ്സ് മെമ്മറി ആയിട്ടാണ് അല്ലേ. ടുമോറോയെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ടുമോറോയെ ഇന്നുമായി റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടുഡേയ്സ് ഡ്രീം. ടുമോറോ എന്ന് പറയുന്നത് ഇന്നിൻ്റെ സ്വപ്നമാണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഇന്നിൻ്റെ ഓർമ്മയാണ്, മെമ്മറിയാണ്. ഓൾ ടൈംസ് ആർ പാർട്ട് ഓഫ് ഈച്ച് അതർ, നോട്ട് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്. പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇനി നോക്കൂ. ഹാഫ് എ ഡേ ബൈ നഗിബ് മഹ്ഫൂസ്. ഒരു ഈജിപ്ഷ്യൻ റൈറ്റർ ആയിട്ടുള്ള നഗിബ് മഹ്ഫൂസിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. ഐ പ്രൊസീഡഡ് അലോങ്സൈഡ് മൈ ഫാദർ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ഓൾ മൈ ക്ലോത്ത്സ് were new, the black shoes, the green school uniform and the red tarboosh. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. എന്താണ് ഇതിനകത്ത് പറയുന്നത്? I proceeded alongside my father, clutching his right hand. ഞാൻ എൻ്റെ അച്ഛൻ്റെ റൈറ്റ് ഹാൻഡും മുറുകെ പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അച്ഛൻ നിർത്താതെ വേഗത്തിൽ നടന്നു നീങ്ങുകയാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഓൾ മൈ ക്ലോത്ത്സ് were new. എൻ്റെ ക്ലോത്ത്സ് എല്ലാം പുതിയതാണ്. ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബൂഷ്. ടാർബൂഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്പ്. ചുവന്ന ക്യാപ്പും ബ്ലാക്ക് ഷൂവും ഗ്രീൻ യൂണിഫോം ഒക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗഎവർ വാസ് മിക്സ്ഡ്. പുതിയ ഉടുപ്പൊക്കെയാണ്, എന്നാലും പുത്തൻ കിട്ടുന്നതിൻ്റെ ആ ഒരു സന്തോഷമൊന്നും എനിക്ക് പൂർണ്ണമായിട്ടില്ല. ഞാനൊരു മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. എന്താണ്? ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമൊന്നുമല്ല. പിന്നെ എന്താണ്? എൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഞാൻ ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് us ആൻഡ് ഐ വുഡ് ടേൺ ടുവാർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിനിടയ്ക്ക് പലതവണ അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി. അമ്മ ജനലിലൂടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയെ പലതവണ തിരിഞ്ഞു നോക്കി. എന്തിനാണ് തിരിഞ്ഞു നോക്കിയത്? സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്. തീരെ താല്പര്യമില്ലാതെയാണ് ആ കുട്ടി പോകുന്നത്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. എങ്ങനെയുള്ള വഴികളിലൂടെയാണ് പോകുന്നത്? ഇരുവശത്തും
ഗാർഡൻസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. പിന്നെയോ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, വിശാലമായ പാടങ്ങൾ, കൃഷിയിടങ്ങളുണ്ട്. പ്രിക്ലി പിയേഴ്സും ഹെന്ന ട്രീസും ഡേറ്റ് പാംസും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പേയേഴ്സിൻ്റെ മരമുണ്ട്, മുള്ളുകൾ നിറഞ്ഞ പേയേഴ്സ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഹെന്ന ട്രീസ് ഉണ്ട്, ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്, ഈന്തപ്പനകളുണ്ട്. അപ്പോൾ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, വൈ സ്കൂൾ? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്തില്ലല്ലോ. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ, ഹി സെഡ്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇതൊരു ശിക്ഷയൊന്നുമല്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുകയുമല്ല. ചിരിച്ചുകൊണ്ട് അച്ഛൻ പറയാണ്, സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്, സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്. സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുക എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആണോ? ഒരിക്കലും അല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. പിന്നെ എന്താണ് സ്കൂൾ എന്ന് പറയുന്നത്? ഇതൊരു ഫാക്ടറിയാണ്. കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ പീപ്പിളിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറി. കുട്ടികളായിരിക്കുമ്പോഴാണ് നാം സ്കൂളിലേക്ക് ചേരുന്നത്. അവിടെ നിന്ന് കുട്ടികൾ മുതിർന്ന് പഠിച്ചു വലുതാകുമ്പോൾ അവർ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള മനുഷ്യരായിട്ട് മാറുന്നു. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളർന്നു വലുതാകണ്ടേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ കൺവിൻസ്ഡ് ആയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടീറിംഗ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അവനെന്താണ് അപ്പോഴും തോന്നുന്നത്? വീടിൻ്റെ ആ 4 ചുവരുകൾ, അവന് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് അവനെ പെട്ടെന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഇതുപോലെ ഒരു സ്ഥലത്തേക്ക്, ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് എറിയപ്പെടുന്ന പോലെയാണ് അവന് തോന്നിയത്. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്ടസ്, സ്റ്റേൺ ആൻഡ് ഗ്രിം. അവൻ എന്താണ് സ്കൂൾ ബിൽഡിംഗ് കണ്ടിട്ട് തോന്നിയത്? ഹൈ വാൾഡ് ഫോർട്ടസ്, കോട്ട, വലിയ ഉയരത്തിലുള്ള വാളുകളോട് കൂടിയ ഒരു കോട്ട, വളരെ കഠിനമായ ഭയാനകമായ ഏതോ ഒരു കേന്ദ്രത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. When we arrived at the gate, we could see the courtyard, vast and crammed full of boys and girls. അവര് സ്കൂൾ ഗേറ്റിനടുത്തെത്തിയപ്പോൾ എന്താണ് അവർ കണ്ടത്? ബോയ്സും ഗേൾസും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ ഒരു കൂട്ടം കുട്ടികളെ കണ്ടു. Go in by yourself, said my father. അവിടെ നിന്ന് അകത്തേക്ക് പോയിക്കൊള്ളാൻ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു. ആൻഡ് ജോയിൻ ദം, അവരുടെ കൂടെ കൂടിക്കോ, അകത്തേക്ക് ചെല്ലൂ എന്ന് അച്ഛൻ പറഞ്ഞു. Put a smile on your face and be good example to others, won't you? എങ്ങനെയാണ് പോകേണ്ടത്? മുഖത്ത് അല്പം പുഞ്ചിരിയൊക്കെ ആയിട്ട് കയറി പോകൂ, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി തീരണം. വോണ്ട് യു? നീ അങ്ങനെ ചെയ്യില്ലേ? ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. ഞാൻ മടിച്ച് അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുകയാണ്. ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. ബി ബോൾഡ്, ഹി സെഡ്. മടിച്ചു നിന്നപ്പോൾ അച്ഛൻ പതുക്കെ അവനെ അകത്തേക്ക് ഉന്തി. ബി ബോൾഡ്, ഹി സെഡ്. നല്ല കുട്ടിയായിട്ടിരിക്കണം. ബി ബോൾഡ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ നിന്റെ ജീവിതം ആരംഭിക്കുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. ഇവിടെ നിന്ന് പോകാനാവുമ്പോഴേക്കും പുറത്ത് ഞാൻ നിന്നെ കാത്തു നിൽക്കാം. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്, ബട്ട് സോ നത്തിങ്. ഞാൻ പതിയെ മുൻപോട്ട് നീങ്ങി, എന്നിട്ട് അവിടെ പതുക്കെ നിന്ന് ചുറ്റും നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. Then the faces of boys and girls came into view. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കുറേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഞാൻ കണ്ടു. I did not know a single one of them. എനിക്കവരിൽ ആരെയും അറിയില്ല. None of them knew me. ആർക്കും എന്നെയും അറിയില്ല. I felt I was a stranger who had lost his way. അപ്പോൾ അവിടെ നിന്നപ്പോൾ തികച്ചും ഒരു അപരിചിതനെ പോലെ, വഴി നഷ്ടപ്പെട്ടു പോയ, വഴിതെറ്റി വന്ന ഒരു അപരിചിതനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി were directed toward me and a boy approached and asked, who brought you? അപ്പോൾ വളരെ കൗതുകത്തോടെ, വളരെ ക്യൂരിയോസിറ്റിയോടെ, ആകാംക്ഷയോടെയാണ് ഈ കുട്ടി മുൻപോട്ട് നീങ്ങുന്നത്. അപ്പോഴേക്കും ഒരാൺകുട്ടി പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു? നിന്നെ ആരാണ് കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. എൻ്റെ അച്ഛൻ. അങ്ങനെ അവൻ പറഞ്ഞു. മൈ ഫാദർ ഇസ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു,
എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. അല്പസമയത്തിന് ശേഷം ആ ഗേറ്റ് അടച്ചു. ആരോ ഗേറ്റ് അടച്ചു. വിത്ത് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ടിനെയാണ് പറയുന്നത്. സം ഓഫ് ദി ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അതിനുശേഷം കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്, ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. കുറച്ച് ആളുകളുമായി ഒരു ലേഡി അകത്തേക്ക് വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് us into റാങ്ക്സ്. ആ കൂടെ വന്ന ആളുകൾ ഈ കുട്ടികളെയൊക്കെ തരംതിരിച്ചു. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ആ സ്ത്രീ എന്താണ് അവരോട് പറഞ്ഞത്? ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെയും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അറിവ് തരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കൂ, ജീവിതത്തെ സന്തോഷത്തോടെ ഫേസ് ചെയ്യൂ എന്ന് അവർ പറഞ്ഞു. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ദാറ്റ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. എന്താണ് പറഞ്ഞത്? കുറച്ച് സമയത്തിന് ശേഷം അവിടുത്തെ സാഹചര്യവുമായിട്ട് ആ കുട്ടികൾ പൊരുത്തപ്പെട്ടു. ഒരു ചെറിയ സംതൃപ്തിയൊക്കെ അവർക്ക് തോന്നി. കുട്ടികൾ തമ്മിൽ ഫ്രണ്ട്സായി. ആദ്യം തോന്നിയ ആ ആശങ്കയ്ക്ക് ഒരർത്ഥവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്, സ്വിങ്സ് ആൻഡ് ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്. സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ആദ്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവർ ഒരുപാട് ഗെയിംസിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗെയിംസ് ഒക്കെ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ അവർ അവരുടെ ആദ്യത്തെ പാട്ട് ഉരുവിട്ടു. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഭാഷ പഠിക്കാനുള്ള അവരുടെ ആദ്യ പടിയും അവിടെ വെച്ചായിരുന്നു. വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഒരു ഗ്ലോബ് കണ്ടു. വിച്ച് റിവോൾഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. ആ ഗ്ലോബ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ലോകത്തുള്ള മറ്റു ഭൂഖണ്ഡങ്ങളും കൺട്രികളും ഒക്കെ അവർ അതിലൂടെ കണ്ടു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. സംഖ്യകൾ പഠിക്കാൻ ആരംഭിച്ചു. വി ate delicious food, took a little nap and woke up to go on with friendship and love, play and learning. പിന്നെയോ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴോ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. വീണ്ടും സൗഹൃദവും കളിയും ചിരിയും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോയി. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. കളിച്ചും ചിരിച്ചും ആടിയും പാടിയും ഒക്കെ മുന്നോട്ട് പോയെങ്കിലും അവരുടെ വഴി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സ്വീറ്റ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് മേഘാവൃതം കൂടി ആയിരുന്നു. കാരണം എന്താണ്? Dust laden winds and unexpected accidents could happen suddenly, so we had to be watchful and very patient. It was not all a matter of playing and fooling around. Rivalries could bring about pain and hatred or give rise to fighting. And while the woman would sometimes smile, she would often scold and scold. Even more frequently, she would resort to physical punishment. കുട്ടികൾ തമ്മിൽ കളിയും ചിരിയും മാത്രമല്ല, പിന്നെ എന്തുണ്ടായിരുന്നു? വഴക്കും ഉണ്ടായിരുന്നു, ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയുടെയും ചിരിയുടെയും ഇടയിൽ വഴക്കും ബഹളവും ഒക്കെ ആവുമ്പോൾ ആ വുമൺ, അവരുടെ ടീച്ചർ, ചില സമയത്ത് അവരുടെ മുഖത്ത് സ്മൈലായിരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ അവർ കോപിക്കും, ശാസിക്കും. പിന്നെയോ ചിലപ്പോഴൊക്കെ പണിഷ്മെൻറ്റും നൽകുമായിരുന്നു. The bell rang announcing the passing of the day and the end of work. വൈകുന്നേരം ആവുമ്പോഴേക്കും ബെല്ലടിക്കും. ബെല്ലടിക്കുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്.
അന്നത്തെ സ്കൂൾ ദിവസം അവിടെ തീരുകയാണ്. The throngs of children rushed toward the gate. പിന്നീട് കുട്ടികളുടെ ഒരു തിക്കിത്തിരക്കാവും ഗേറ്റിലേക്ക്. Which was opened again. രാവിലെ അടച്ച ഗേറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീണ്ടും തുറക്കും. I bade farewell to friends and sweethearts and passed through the gate. കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഫെയർവെൽ പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. I peered around but found no trace of my father who had promised to be there. ഞാൻ എന്നിട്ട് ചുറ്റും നോക്കി, പക്ഷേ അവിടെ എൻ്റെ അച്ഛനെ കണ്ടില്ല. ആളെന്നോട് രാവിലെ പറഞ്ഞതാണ് നീ വരുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാകുമെന്ന്. അവിടെ എൻ്റെ അച്ഛനെ ഞാൻ കണ്ടില്ല. I stepped aside to wait. ഞാൻ പുറത്തേക്ക് കുറച്ചല്പം മാറി നിന്നു, അച്ഛനെ കാത്തു നിന്നു. When I had waited for a long time without avail, I decided to return home on my own. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അച്ഛനെ കണ്ടില്ല. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് സ്വയം വീട്ടിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്താണ് ചെയ്തത്? After I had taken a few steps, a middle-aged man passed by. കുറച്ചു ദൂരം ഞാൻ നടന്നപ്പോഴേക്കും ഒരു മിഡിൽ ഏജ്ഡ് മാൻ, ഒരു മധ്യവയസ്കനായ മനുഷ്യൻ അതിലെ കടന്നുപോയി. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. ഞാൻ അപ്പോൾ മനസ്സിലാക്കി, അദ്ദേഹത്തെ എനിക്ക് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഹി കെയിം ടുവാർഡ് മീ. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്, സെയിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? അപ്പോൾ ആ മനുഷ്യൻ അടുത്തേക്ക് വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് ചോദിച്ചു, ഹൗ ആർ യു? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ്, ആൻഡ് യു, ഹൗ ആർ യു? അപ്പോൾ ആ ആളോട് ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ്, ഹൗ ആർ യു? ആസ് യു ക്യാൻ സീ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത്. എന്നിട്ട് അയാൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് അമർത്തി കുലുക്കിയിട്ട് ആ ആൾ തിരിച്ചുപോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്, ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹോൾട്ട്. കുറച്ചുകൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി, പെട്ടെന്ന് അവിടെ പേടിച്ച് നിന്നു. ഗുഡ് ലോർഡ്, where was the street lined with gardens? അയ്യോ ദൈവമേ, എവിടെയാ സ്ട്രീറ്റ്? ലൈൻഡ് വിത്ത് ഗാർഡൻസ്, ഇരുവശങ്ങളിലും മനോഹരമായ പൂന്തോട്ടങ്ങളാൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു സ്ട്രീറ്റ് എവിടെ? ആ റോഡ് കാണുന്നില്ലല്ലോ. Where had it disappeared to? അതെവിടെ പോയി? When did all these vehicles invade it? എപ്പോഴാണ് ഇത്രയും വാഹനങ്ങൾ ഇതിലെ ഇരച്ചു കയറി നീങ്ങി തുടങ്ങിയത്? And when did all these hordes of humanity come to live upon its surface? ഇത്രയും ലാർജ് ക്രൗഡ് ഓഫ് പീപ്പിൾ എപ്പോഴാണ് ഇവിടെ താമസം തുടങ്ങിയത്? How did these hills of refuse come to cover its sides? ഇത്രയും വേസ്റ്റ് കൂനകളെല്ലാം എപ്പോഴാണ് ഇവിടെ ഉണ്ടായത്? And where were the fields that bordered it? ഇവിടെ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളൊക്കെ എവിടെ പോയി? High buildings had taken over. എല്ലായിടത്തും ഉയർന്ന കെട്ടിടങ്ങൾ. The street surged with children and disturbing noise shook the air. സ്ട്രീറ്റ് മുഴുവനും കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമുണ്ട്. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. അപ്പോൾ അവിടെ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സർക്കസ് അവിടെ ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ അനൗൺസ്മെന്റ്, ക്ലൗൺസിനെയൊക്കെ അവിടെ കാണാം, വെയ്റ്റ് ലിഫ്റ്റേഴ്സിനെ കാണാം. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മജസ്റ്റിക്കലി ബൈ. പിന്നെ എന്താ കാണുന്നത്? ഒരു ട്രക്കിന്റെ തന്നെ നീണ്ട നിര കാണാം. ചിത്രം നോക്കൂ. The siren of a fire engine shrieked, and it was not clear how the vehicle would cleave its way to reach the blazing fire. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഫയർ എഞ്ചിന്റെ സൈറൺ കേൾക്കാം. റോഡ് കീറി മുറിച്ചു പോവുകയാണത്. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ while the passenger's wife called out for help and no one answered. ഒരു ടാക്സി ഡ്രൈവറും അതിലെ പാസഞ്ചറുമായിട്ടുള്ള വഴക്ക്. പാസഞ്ചറിന്റെ വൈഫ് ഹെൽപ്പിന് വേണ്ടി പുറത്തേക്ക് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും ഹെൽപ്പിനായി ചെല്ലുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്, മൈ ഹെഡ് സ്പൺ. ഞാൻ ആകെ കൺഫ്യൂസ്ഡായി, സ്തബ്ധനായി നിൽക്കുകയാണ്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രൈസി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്?
ഏർലി മോർണിംഗിനും സൺസെറ്റിനും ഇടയിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുക? ഇവിടെ ഏർലി മോർണിംഗ് സൺസെറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ആദ്യം നമ്മൾ കണ്ടത് അയാൾ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോയതാണ്. പിന്നീട് ഏർലി മോർണിംഗ് ടു സൺസെറ്റ് എന്നാൽ ലൈഫാണ്. ലൈഫിൻ്റെ ആദ്യ സ്റ്റേജും സൺസെറ്റ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ അവസ്ഥയും. ഇതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത്? I would find the answer at home with my father, but where was my home? ഇതിൻ്റെയൊക്കെ ഉത്തരം അച്ഛനോട് ചോദിക്കാം. പക്ഷേ എവിടെയാണ് എൻ്റെ വീട്? എനിക്ക് ആദ്യം വീട്ടിൽ പോകണമല്ലോ. I could see only tall buildings and hordes of people. എനിക്ക് ആകെ കാണാൻ കഴിയുന്നത് ഉയർന്ന കെട്ടിടങ്ങളും ഉയർന്ന ബഹുനില കെട്ടിടങ്ങളും എ ലാർജ് ക്രൗഡ് ഓഫ് പീപ്പിൾ, ഒരു വലിയ ആളുകളുടെ കൂട്ടവുമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. I hastened on to the crossroads between the gardens and Abu Khoda. ഞാൻ ആ ധൃതി കൂട്ടി ക്രോസ് റോഡിൻ്റെ അവിടേക്ക് പോവാണ്. ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബു ഖോഡ. അബു ഖോഡ എന്നാൽ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ കെയ്റോ. ഈജിപ്തിലെ കെയ്റോയിലുള്ള ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് അബു ഖോഡ. അത് പാസ് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. I had to cross Abu Khoda to reach my house. But the stream of cars would not let up. പക്ഷേ കാറുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതുകൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് എനിക്ക് പോവാനേ കഴിയുന്നില്ല. The fire engine siren was shrieking at full pitch as it moved at a snail's pace. വളരെ വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഫയർ എഞ്ചിൻ അതിലെ കടന്നു പോകുന്നുണ്ട്. എങ്ങനെയാ പോകുന്നത്? സ്നെയിൽസ് പേസ്. സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ച്. And I said to myself, let the fire take its pleasure in what it consumes. എന്താണ് ഇവിടെ പറയുന്നത്? ഇതിൻ്റെ അർത്ഥം accepting the change. അയാളോട് തന്നെ പറഞ്ഞ് അവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ്. അക്സെപ്റ്റിംഗ് ദ ചേഞ്ച് എന്നാണ്. ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. ഇയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. വണ്ടികളുടെ ഒരു നീണ്ട നിരയുണ്ട്. ആകെ തിരക്കേറിയൊരു ക്രോസ് റോഡാണ്. ക്രോസ് ചെയ്യാൻ പറ്റാതെ ഇയാൾ അവിടെ നിൽക്കുകയാണ്, ആ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു കുട്ടി, അയണിംഗ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അയാളുടെ അടുത്തേക്ക് വരികയാണ്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു ക്രോസ്. ആ കുട്ടി വന്ന് അയാളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് ഊർജ്ജസ്വലമായിട്ട് അയാളോട് പറയാണ്, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു എ ക്രോസ്. ആ കുട്ടി വന്ന് അയാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ എൻഡ്സ് ദ സ്റ്റോറി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.